മാം. എൻ്റെ പേര് ഫാത്തിമത്ത് റായില. ഞാൻ കാസർഗോഡ് ബേക്കത്ത് നിന്നാണ്. ഞാൻ മുന്നേ പഠിച്ചത് BBA ആണ്. BBA യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലുള്ള കോളേജിലാണ്, സൈദി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ്. ഇപ്പോൾ പഠിക്കുന്നത് MBA HRM-ലാണ്. പിന്നെ +2 പഠിച്ച സയൻസാണ്. സയൻസ് പഠിച്ചിട്ട് BPharm-ന് ചേർന്നതായിരുന്നു. എന്നിട്ട് BPharm ചേർന്നിട്ട് ഫാമിലി ഇഷ്യൂ കാരണം അത് ഒഴിവാക്കേണ്ടി വന്ന്. മാംഗ്ലൂർ പഠിച്ചാൽ പിന്നെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ ആരും വരില്ല എന്നുള്ള, പിന്നെ പഠിക്കാൻ പെണ്ണുങ്ങളെ പഠിച്ചിട്ട് കിച്ചണിലല്ലേ പണിയെടുക്കേണ്ടത് എന്നുള്ള ഒരു ധാരണയുണ്ട് എൻ്റെ ഫാമിലിക്ക്. അതുകൊണ്ട് എനിക്ക് പഠിക്കാൻ കഴിഞ്ഞില്ല BPharm. പിന്നെ അടുത്തുള്ള കോളേജിൽ തന്നെ ചേർത്ത് BBA പഠിക്കാൻ. അങ്ങനെയാണ് ഞാനിപ്പോൾ MBA എടുക്കുന്നത്. MBA എടുക്കാൻ ഇപ്പം എല്ലാവരും സപ്പോർട്ടുണ്ട്. അപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ഡിഗ്രി പഠിക്കുമ്പോൾ ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എല്ലാവരും ഒരു പുച്ഛത്തോടെ ആയിരുന്നു. ഇവള് 6 മാസം കഴിയുമ്പോൾ നിർത്തും. എന്താ വെച്ചാൽ ഡിഗ്രി ചേർന്നിട്ട് 6 മാസത്തിനുള്ളിൽ എൻ്റെ കല്യാണം കഴിഞ്ഞതായിരുന്നു. അപ്പോൾ എല്ലാവരും ചിന്തിച്ചത് ഞാൻ അവിടുന്ന് എങ്ങനെയാണ് കോളേജിൽ പോകുന്നത്, എങ്ങനെയാണ് എക്സാം എഴുതുന്നത്, അതെല്ലാം തന്നെ നിർത്തിക്കോളും എന്നുള്ള ഒരു ചിന്തയിലാണ്. പക്ഷെ ഞാൻ അവിടെ നിന്നും പോയി. പിന്നീട് അപ്പം തന്നെ പ്രഗ്നൻ്റ് ആയി. പിന്നെ ലാസ്റ്റത്തെ ഫൈനൽ എക്സാമിൻ്റെ സമയത്താണ് പ്രസവിക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ മാർച്ചിലായിരുന്നു എക്സാം. ഫെബ്രുവരിയിൽ പ്രസവിച്ചു. 15 ഡേയ്സിനുള്ളിൽ 15 ദിവസത്തിനുള്ളിൽ എക്സാം ആയിരുന്നു. പ്രസവിച്ച് കിടക്കുന്നതിനിടയിൽ നിന്ന് ഞാൻ പോയി കുട്ടിയെ കാറിലിരുത്തി പോയി എക്സാം എഴുതി. അൽഹംദുലില്ലാഹ് ഞാൻ പാസ്സായി. ഡിസ്റ്റൻസായി ചേർന്നിട്ടാകുമ്പോൾ നല്ലൊരു ഭയം ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും പഠിക്കാനൊക്കെ പറ്റുമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ലേണിംഗ്സിൽ ചേർന്നിട്ടാകുമ്പോൾ അതൊക്കെ മാറി. ആയാലും നല്ല സപ്പോർട്ടാണ് ലോജിഷ മാം. ഏത് സമയത്ത് ഡൗട്ട് ചോദിച്ചാലും ക്ലിയർ ആക്കി തരാനും എല്ലാം നന്നായി പോകുന്നുണ്ട് ക്ലാസ്സൊക്കെ. പിന്നെ അതിൻ്റെ കൂടെ അസൈൻമെൻറ്റിനും എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നുണ്ട്. ഇപ്പോൾ അസൈൻമെൻറ്റ് ചെയ്യുകയാണ്. പിന്നെ ലൈഫ് ഗോൾ എന്ന് വെച്ചാൽ മുന്നോട്ട് ഇനി എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഞാനിപ്പോൾ എനിക്കൊരു ആഗ്രഹമേ ഉള്ളൂ. എൻ്റെ വീട്ടിലെല്ലാവരും ചിന്താഗതി മാറ്റണം. പെൺകുട്ടികൾ പഠിക്കാൻ പാടില്ല, അവർ കിച്ചണിൽ ഒതുങ്ങേണ്ടവരാണെന്നുള്ള ചിന്ത മാറ്റണം എന്നുള്ള ഒരാഗ്രഹമാണ്. അവരുടെ മക്കളും പഠിക്കാൻ വിടാത്തവരുടെ മക്കളും ഇപ്പോൾ പറയാൻ തുടങ്ങി. എന്നെ പോലെ എൻ്റെ കോൺവൊക്കേഷൻ്റെ വീഡിയോ കണ്ടില്ലോ അതേപോലെ ആവണം എന്നുള്ള ഒരു ചിന്താഗതി അവർക്ക് വന്ന്, ഒരാഗ്രഹം വന്ന്. അപ്പോൾ അവരൊക്കെ പറയാൻ എൻ്റെ ഒരു റോൾ മോഡൽ ആവണം എന്നാണ്. കുട്ടി ഉണ്ടായിട്ടും അങ്ങനെ കുട്ടീനെ കൊണ്ട് കോൺവെക്ഷൻ ചെയ്തല്ലേ എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ അതേപോലെ അവർക്കും ആഗ്രഹം വന്ന് ഇങ്ങനെ പഠിക്കണം, ഡിഗ്രി ഇത് കോൺവൊക്കേഷനിൽ എത്തണം, അങ്ങനെ ഒരു ആഗ്രഹം വന്ന്. കുടുംബത്തിലെല്ലാവരും ചിന്താഗതി മാറണം, പിന്നെ പെൺകുട്ടികൾ പഠിക്കണം എന്നുള്ളൊരാഗ്രഹമാണ്.